സൽമാൻ, സാറെ കമ്പനിയിൽ ക്രെഡിറ്റ് സെയിൽ ഒക്കെ എങ്ങനെ മാനേജ് ചെയ്യും? ഓരോ ഫീൽഡിലും ഇപ്പം രാത്രിയിലും നമ്മൾ ഇതിൽ ചർച്ച ചെയ്ത സംഭവമാണ് ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങളത് എന്തായാലും ക്രെഡിറ്റ് പോകുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ മെയിനായിട്ട് ബാക്കപ്പ് ഫണ്ട് നമ്മളെ ഫീൽഡിൽ എന്ന് പറഞ്ഞാൽ ബാക്കപ്പ് ഫണ്ട് എനിക്ക് മനസ്സിലായപ്പോൾ ഒരു 2 വർഷം കൊണ്ട് മാർക്കറ്റിൽ ഔട്ട്ഫിറ്റ് എടുക്കുകയാണ്. അപ്പോൾ ഒന്നാമത് ഇപ്പൊ ഇന്നലെയൊക്കെ നമ്മൾ ഇതിൽ സംസാരിച്ചെന്താ വെച്ചാല് നമുക്ക് മുഖത്ത് നോക്കി ക്രെഡിറ്റ് കൊടുക്കുന്ന ഇപ്പൊ എല്ലാവരും അത് നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാനിപ്പോ ഈ ജനുവരിയിൽ എടുത്തൊരു സംഭവമാണ് ഈ ക്രെഡിറ്റ് സെയിൽ കുറക്കുക. മേ ബി നമ്മൾ വിചാരിക്കും നമ്മൾ സെയിൽ കുറയുമെന്ന് വിചാരിക്കും. സെയിൽ അത് വെച്ച് കുറഞ്ഞോട്ടെ. നമുക്ക് ഈ ബാക്കപ്പ് നമ്മളിപ്പോ കമ്പനീസ് ഒക്കെ നമുക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞ പ്ലൈവുഡ് നമ്മളെ പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ബാക്കി സാധനങ്ങളുണ്ട്. ഈ സാധനങ്ങളൊക്കെ നമ്മൾ റെഡി ക്യാഷിന് അല്ലെങ്കിൽ അഡ്വാൻസ് പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫേവറാണ്, കൂടുതൽ ഡിസ്കൗണ്ട്സ് കിട്ടും. അതെല്ലാം നമ്മൾ വന്നിട്ട് 10 ദിവസം കൊണ്ടോ 15 ദിവസം കൊണ്ടോ കൊടുക്കുന്ന പേയ്മെന്റ്സ് ആണെന്നുണ്ടെങ്കിൽ അത് വേറെ റേറ്റ് ആണ്. പിന്നെ എന്റെ ഒക്കെ പറഞ്ഞാൽ മെയിനായിട്ട് ഞാൻ അഡ്വാൻസ് പേയ്മെന്റ് കൊടുത്തിട്ട് പർച്ചേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഷോപ്പുകൾക്ക് സപ്ലൈ ചെയ്ത ചില സാധനങ്ങൾ. മെയിനായിട്ട് പുറത്തൊക്കെ കാര്യങ്ങൾ കുറച്ച് ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഫേമാണ്. അവർക്ക് വരെ ഞാൻ ചില മെറ്റീരിയൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അഡ്വാൻസ് പേയ്മെന്റിൽ അവരവിടെ സ്കീമുകൾ ഉണ്ടാവും. ആ സ്കീമുകൾ വെച്ചിട്ടാണ് എന്റെ പർച്ചേസ് വരിക. ഇപ്പൊ ഈ ക്രെഡിറ്റിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഈ ജനുവരിയോട് കൂടി ഈ 1-ാം തീയതിയോട് കൂടി ഞാൻ എടുത്ത തീരുമാനമാണ് എന്റെ ബിസിനസ്സിൽ ക്രെഡിറ്റ് എന്നുള്ള സംഭവം കുറക്കുക.